ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നുണ്ടല്ലോ നല്ല മണവും രുചിയൊക്കെ ഉള്ള ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ പറഞ്ഞിരുന്നത്. അതായത് ഏകദേശം ഒരു ബിരിയാണിയുടെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടും ഈ ഒരു നെയ്ച്ചോറിന്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ബിരിയാണി പോട്ടാണ് വെച്ച് കൊടുത്തത്. സ്റ്റൗവിലോട്ടും നന്നായിട്ടൊന്ന് ചൂടാവുന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എപ്പോഴും ഞാൻ ബിരിയാണി നെയ്ച്ചോറ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നെയ്യും വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം, പക്ഷേ ടേസ്റ്റ് വെളിച്ചെണ്ണയ്ക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ പറഞ്ഞത്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ ഒരു 2 തൊട്ട് 2.5 ടേബിൾ സ്പൂൺ വരെയൊക്കെ ആകാം നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് പിന്നെ നമുക്ക് ചെറിയൊരു കൈപ്പിടി കാഷ്യൂസും റൈസിൻസും കൂടെ ചേർത്ത് കൊടുക്കാം. വറുത്തിട്ട് നമുക്ക് കളർ ചേഞ്ച് ആയിട്ടൊന്ന് മാറ്റി വെക്കണമെങ്കിൽ വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അതിലേക്ക് തന്നെ അങ്ങ് ബാക്കിയുള്ള ഐറ്റംസും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചതാണ്, അത് 2 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കഷ്ണം പട്ടയും 3-4 ഏലക്ക, 3-4 ഗ്രാമ്പും, പിന്നെ ഒരു 3 തൊണ്ടൻ മുളക് എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ സാധാരണ പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു സവാള, ചെറിയൊരു സവാള ആയതുകൊണ്ട് ഒരെണ്ണം എടുത്തത് നല്ല വലിപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ പകുതിയൊക്കെ മതിയാകും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതായത് അതിൻ്റെ നിറമൊന്നും മാറാനായിട്ട് നിൽക്കേണ്ട, ചെറിയൊരു പച്ച ചുവ ഒന്ന് മാറി വന്നാൽ മതിയാകും. അതിനുശേഷം കഴുകി ഊറ്റി വെച്ചിട്ടുള്ള കൈമ റൈസാണ് കേട്ടോ. അപ്പോൾ ഞാൻ മയിൽ എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ റൈസാണ് ഞാൻ എപ്പോഴും വാങ്ങിക്കുന്നത്, ബിരിയാണിക്കായിരുന്നാലും നെയ്ച്ചോറ്. അപ്പോൾ ഒരു 3 കപ്പ് റൈസ് നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാത്രത്തിലോട്ടും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാനിങ്ങനെ റൈസൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന സമയത്തെ കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു ഉപ്പെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 8 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 3 കപ്പ് റൈസിന് 6 കപ്പ് തിളപ്പിച്ച വെള്ളമാണ്. ഒരു റൈസൊക്കെ നമ്മൾ വാങ്ങി വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ, കുറേ നാൾ കഴിഞ്ഞിട്ടാണ് റൈസ് ചോറൊക്കെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ അരി ഇരുന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം എക്സ്ട്രാ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ വെക്കേണ്ടി വരും, എങ്കിലേ റൈസ് നന്നായിട്ട് പാകത്തിന് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ കറക്റ്റ് പുതിയ അരി ആയതുകൊണ്ട് തന്നെ ഒരു 3 കപ്പ് റൈസിന് 6 കപ്പ് തിളപ്പിച്ച വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് വെന്തൊക്കെ വരുന്ന സമയത്ത് ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ക്യാരറ്റ് ഒന്ന് വട്ടത്തിന് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു തക്കാളിയും പിന്നെ കുറച്ച് പൈനാപ്പിൾ ഒന്ന് പീസാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം, നിർബന്ധമില്ല. പക്ഷേ ഫ്ലേവർ ഒന്നും കൂടെ ഒരു ബിരിയാണി ടേസ്റ്റിലോട്ട് വന്നതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ഐറ്റംസും കൂടെ ഒന്ന് ചേർത്തെടുക്കുന്നുണ്ട്. വെള്ളം ഒന്ന് ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടില്ല, ഒരു ഹാഫ് കുക്കായിട്ടേ ഉള്ളൂ റൈസ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഈ വെള്ളം വറ്റുന്നവരൊന്ന് ഹൈ ഫ്ലെയിമിൽ ഒരു 6-7 മിനിറ്റ് കൊണ്ട് തന്നെ വെള്ളം ഒന്ന് വറ്റി കിട്ടും കേട്ടോ. എന്നിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് വീണ്ടും ഒരു 8-9 മിനിറ്റ് അങ്ങനെ തന്നെ അങ്ങ് വെച്ചിരിക്കണേ. ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് എന്നിട്ട് അടപ്പൊന്ന് മാറ്റിയിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ റൈസ് നന്നായിട്ട് വെന്ത് കിട്ടും, നല്ല സോഫ്റ്റായിട്ട് പാകത്തിന് റൈസ് വെന്ത് കുഴഞ്ഞു പോകത്തുമില്ല, എന്നാൽ വേവാതിരിക്കുകയും ചെയ്യില്ല. ആ ഒരു പാകത്തിൽ നല്ല റൈസ് നല്ല സോഫ്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് പറ്റും ഈ ഒരു മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്യാരറ്റും തക്കാളിയും പിന്നെ ഒരു പൈനാപ്പിളൊന്നും ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. പക്ഷേ ഇത് ചേർക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റ് ഫ്ലേവറും ഒന്നും കൂടെ ഒന്ന് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി ഞാൻ ഓൾറെഡി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. ഇതാ പ്ലേറ്റിലോട്ട് നെയ്ച്ചോറ്, നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫ്ലേവർഫുൾ ആയിട്ടുള്ള നെയ്ച്ചോറാണേ. അപ്പോൾ നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയും സാലഡും ഉണ്ടായിരുന്നു, ആപ്പിളും മറ്റുള്ള ഐറ്റംസൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള സാലഡ് ഉണ്ടായിരുന്നു, പിന്നെ പൈനാപ്പിൾ പീസസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുഞ്ഞു റെസിപ്പിയാണ്, കുഞ്ഞു വീഡിയോ. നമ്മൾ ആ വീഡിയോ ഒരുപാട് വലിയ വീഡിയോസൊന്നുമല്ല, വളരെ കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ വീഡിയോയും ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.